with me. Okay, bye. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം. ഡി എന്തോ പറ്റിയൊരു വിഷമം? അല്ല നീ കാര്യം പറ, നമ്മള് ഫ്രണ്ട്സ് അല്ലേ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ വീട്ടിൽ വാ, അതപ്പം നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യാലോ. നീ വന്ന ഇവിടെ ഇല്ലേ? എന്നെ ആരും പിടിക്കണ്ട. പിടിച്ചാത്തോണ്ടെങ്കിൽ ചേട്ടാ, ഞാൻ പിന്നെ എന്തിനാണ് കാണുന്നത്? എന്തൊരു പ്രശ്നത്തിന്റെ മോൻ കാണുമ്പോഴേ എന്തോ പ്രശ്നമുണ്ടോ? നേരിട്ട് പറ, കാര്യം ശരിയാകാം. ചേട്ടാ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അവളടുത്ത് പറയാൻ കുറച്ച് സമാധാനം കിട്ടിയിരുന്നു. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. നീ എന്റെ ഒരു സഹോദരനെ പോലെ കണ്ട് പറയാ. ചേട്ടാ, അത് കഴിഞ്ഞ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് ചേട്ടാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നീ വിഷമിക്കായിരിക്കും. എന്തിനേയും പ്രശ്നം ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഞാനൊക്കെ ഒന്ന് ഇറങ്ങ്. ഓക്കെ ചേട്ടാ, അപ്പൊ പിന്നെ ശരി. എന്ത് മനുഷ്യാ? എന്റെ പൈസ വല്ലതും ഉണ്ടെങ്കിൽ എടുത്താണ്. എന്റെ പൈസ ഒന്നുമില്ല. നിങ്ങക്ക് കുടിക്കാനല്ലേ, ഞാൻ പൈസ ഒന്നും തരത്തില്ല. എന്റെ പൈസ ഒന്നുമില്ല. അങ്ങനെ പറയില്ലേ. പിന്നെ എവിടെയൊക്കെ പൈസ ഉണ്ടെന്ന് എനിക്ക് അറിയാം. ഇല്ല, എന്റെ പൈസ ഇല്ല. കൊച്ചിന് ഫീസ് കൊടുക്കാനുള്ള പൈസയാണ്. ഇനി എന്റെ പൈസ ഒന്നുമില്ല. പിന്നെ ആവശ്യത്തിനാണ്. എന്തിനാവശ്യം? കുടിക്കാനല്ലേ? കുടിക്കാനൊന്നും അല്ല. പിന്നെന്തിന്? പിന്നെ അവരെ ദേഷ്യം പിടിപ്പിക്കരുത്. പൈസ ഇല്ല മനുഷ്യ, പറഞ്ഞ മനസ്സിലാവും. കൊച്ചിന് ഫീസ് കൊടുക്കാനുള്ള പൈസയാണത്. ഞാൻ പോണു. ഇവിടെ പൈസ എവിടെ പോണ? അടങ്ങി എവിടെ നിക്കി. കൈ പൈസ ഇല്ലെന്ന്. ഞാൻ എടുക്കാം. ഞാൻ പോയി എടുക്കട്ടെ. പൈസ കൊച്ചിന് ഫീസ് കൊടുക്കാനുള്ള പൈസയാണ്. നീ മാറിക്കാൻ
ആ എവിടെ പോയിട്ട് വന്നത്? ട്യൂഷൻ ഇട്ട് വന്നേട്ടാ. ചേട്ടാ സുഖല്ലേ? ഓ എനിക്ക് തോന്നുന്നു തന്നെ. എന്റെ വിഷമങ്ങളൊക്കെ എന്തിനായി? വീട്ടുകാരെന്തിനു പറയുന്നു? ഓ വീട്ടുകാർക്ക് മാറ്റമൊന്നുമില്ല ചേട്ടാ, അത് പഴയതുപോലെ തന്നെ. അച്ഛൻ ഇന്നലെ കൂടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതേ ഉള്ളൂ. ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്റെ വിഷമം മാറ്റാൻ ഞാൻ നിനക്കൊരു സാധനം തരാം. ആ കഴിഞ്ഞായിട്ട് നീ ഒരു സാധനം തരാം. ഇതെന്താ ചേട്ടാ ഈ സാധനം? എന്റെ വിഷമമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഈ സാധനം. ഒന്ന് ഉപയോഗിച്ചു പോകുന്നത്. എന്ന് വെച്ചാ ചേട്ടാ ഉദ്ദേശിക്കുന്നത്? ആ അത് തന്നെ, നീ ഉദ്ദേശിച്ച സാധനം തന്നെ. അയ്യോ ചേട്ടാ എനിക്കിത് വേണ്ട, ഇത് ഉപയോഗിച്ച് ശരിയാവില്ല. എന്നാ ചേട്ടാ എടുത്തോ. ഒന്ന് ഉപയോഗിച്ച് നോക്ക്. ചിലപ്പോ ഇതിന്റെ ആവശ്യം കൂടുമ്പോ നീ ഇനി വിളിച്ചെന്ന് വരും. എന്നാലും ചേട്ടാ ശരി. അടിപൊളി കിട്ടാവുന്ന സാധനം നീ ഒന്ന് പുറത്തോട്ടാണ് രാവിലെ വൈകിട്ട് അടിപൊളി. എന്റെ മോളെ ഞാൻ തോടും. എനക്കെന്ത്? നിനക്കറിയാമോ നമ്മളറിയത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന്? എനിക്ക് എയ്ഡ്സ് ആണ്, HIV. സ്ത്രീകളുണ്ടല്ലോ, അപ്പൊ അവരെ പോയി കേസ് പറഞ്ഞു. അയാൾക്കൊന്നും പറയാതെ ഇവിടെ മനമേ എടി സോറി.
എന്തിന് സോറി? ഞാൻ നിങ്ങളോട് ചെയ്ത തെറ്റിന് സോറി. ചേട്ടയില്ലേ ചേച്ചി? 2-3 ദിവസമല്ലേ കണ്ടിട്ട്. മോളെവിടെ? ചേട്ടയില്ല, 2-3 ദിവസമായി പോയിട്ട്. ഇവിടെയും കണ്ടില്ല. മോളകത്തുണ്ട്, പനിയാണ്. ഇനി ചേട്ടൻ കാണാനില്ല. പോലീസ് സ്റ്റേഷനിലാണ് കേസ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ. മനമേ 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 അത് എൻ്റെ കുറ്റം എനിക്ക് മനസ്സിലായി. നമ്മളെ ഫോട്ട് ഇങ്ങനെ അവസ്ഥ വരുമ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. മോളെവിടെ? ആ ഞാൻ അവർക്ക് സാധനം കൊണ്ട് കൊടുക്കാം, അത് കൊണ്ടുകൊടുക്കാം. മാറുതനിയേ തനിയേ വെയിലേ നീ ഇവിടെ ഇരുന്ന് മനമേ പാടില്ല. നിങ്ങൾക്ക് അച്ഛനും അമ്മയില്ലേ? ഞങ്ങളെ പറ്റി പതിയേ നമ്മളുണ്ട് എല്ലാത്തിനും. നിനക്ക് എന്തുണ്ടെങ്കിലും പറ. ഋതുവേ മക്കളെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. മാറുതനിയേ നമ്മളുണ്ടല്ലേ കൈകൊടുക്കും. വെയിലേ തെറ്റിന് ശിക്ഷയല്ല, ഒരു രോഗം മാത്രം. തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ അവിടെ ജീവിതം അവസാനിക്കുന്നില്ല. അവബോധവും കരുതലും സ്നേഹവും ഒരു കുടുംബത്തെ തന്നെ തിരികെ കൊണ്ടുവരും. സ്നേഹം പകരം ഭയം മാറ്റാം.